പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയും ഒരുപാട് സന്തോഷത്തോടെ ചെയ്യുന്നൊരു വീഡിയോയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ 2 കൂൺ ബെഡാണ് വെച്ചിരിക്കുന്നത്. അതിലൊരെണ്ണത്തിൽ നമ്മൾ കൂണ് മുട്ടിട്ടിടം തൊട്ട് വിളവെടുക്കുന്നിടം വരെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കൂൺ ബെഡിൽ ഒന്നും ആയിട്ടില്ല എന്നും പറഞ്ഞിരുന്നു. ഈ വെള്ള പൂപ്പൽ പോലുള്ള ഭാഗം ഇങ്ങനെ ആ ബെഡ് നിറയെ ആകണം. അങ്ങനെ വരുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. അപ്പോൾ ഈ കൂൺ ബെഡിൽ ആ വെളുപ്പ്, ആ മൈസീലിയം ഫുള്ളായിട്ട് ഇങ്ങനെ പടർന്നിട്ടില്ലായിരുന്നു. ഇപ്പം ഏകദേശം നന്നായിട്ടായിട്ടുണ്ട്. തലേദിവസം വൈകിട്ട് ഞാൻ ഇങ്ങനെ ആ ബെഡിൽ നോക്കി, എന്നും നോക്കും ഇതിങ്ങനെ. ആ ബെഡിൽ നോക്കി അതിന് ഒരു അനക്കങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പം കൂൺ ഇത്രയായിട്ട് 3 സെറ്റ് പുറത്തേക്ക് നിൽപ്പുണ്ട്. അയ്യോ, ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഈ ബെഡിൽ മാത്രം എന്താ അത് ഉണ്ടാകാത്തതെന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ 2 ബെഡ് നമ്മൾ ആകെ വെച്ചുള്ളൂ. ഒരെണ്ണത്തിൽ മൈസീലിയം പെട്ടെന്നാവുകയും ചെയ്തു. അതിൽ കൂണുമായി കറക്റ്റ് ഡേറ്റിന് തന്നെ ആയി കേട്ടോ. 15 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളത് കീറി വിട്ടതിന് ശേഷം 6 ദിവസം 7 ദിവസം എന്തോ കഴിഞ്ഞപ്പോഴത്തേന് അതിൽ കൂണാകുകയും ചെയ്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ വിളവെടുക്കുകയും ചെയ്തു. പക്ഷേ ഈ ബെഡിൽ 1 മാസം കഴിഞ്ഞ് കേട്ടോ, മൈസീലിയം ആയത് തന്നെ 1 മാസം കഴിഞ്ഞിട്ടാണ്. പിന്നെ 1 മാസം കഴിഞ്ഞാണ് ഇതുപോലെ കൂണ് പുറത്തേക്ക് വരുന്നത്. അത് നമുക്ക് ചെറിയൊരു മുട്ട് കാണിച്ചൊരു സൂചനയൊന്നും തന്നില്ല കേട്ടോ. ഒരു ദിവസം രാവിലെ നോക്കിയപ്പം പെട്ടെന്ന് കുറച്ച് മുഴുപ്പോട് കൂടി ഇത് കൂണിങ്ങനെ പുറത്തേക്ക് വന്നതാണ് കണ്ടത്. പിന്നെ അങ്ങോട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഉണ്ടായപ്പോഴത്തേന് 2-3 സെറ്റ് ഇങ്ങനെ ഉണ്ടല്ലോ. പിന്നെ അതിങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും, അത് വലുതാകുന്നുണ്ടോ, എത്ര വലുതായി. പിന്നെ നല്ല മഴയൊക്കെ ഉള്ള ദിവസമായതുകൊണ്ട് നനച്ചു കൊടുക്കുന്നത് അധികം അങ്ങനെ നനച്ചു കൊടുക്കേണ്ട വന്നിട്ടില്ല. കൂടിനൊരു തണുപ്പ് കിട്ടണമല്ലോ. അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ നല്ല മഴയായിരുന്നുകൊണ്ട് അധികം അങ്ങനെ 1-2 പ്രാവശ്യമൊക്കെ നനച്ചു കൊടുക്കേണ്ട വന്നുള്ളൂ. പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ നല്ല ചൂടുണ്ടായിരുന്നതുകൊണ്ട് ഒരു 3-4 പ്രാവശ്യമൊക്കെ, 4 പ്രാവശ്യത്തിൽ കൂടുതലാണെങ്കിലേ ഉള്ളൂ നനച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. തണുപ്പ് നിൽക്കണമല്ലോ ആ കൂടിന്. അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു. ഇത്ര വലുതായിട്ടുണ്ട്. ഇതിലും വലുതാകും. പക്ഷെ ഞാൻ എന്താ പറയുന്നത്, ആ പറിച്ചെടുക്കാനുള്ള ആകാംക്ഷ കൊണ്ട് ആദ്യത്തെ നമ്മൾ നന്നായിട്ട് വലുതായതിന് ശേഷമാണ് പറിച്ചെടുത്തത്. അപ്പോൾ രണ്ടാമത്തത് ഞാൻ ഓർത്തു ഓണത്തിന് വീട്ടിലേക്ക് പോകുമ്പോൾ എന്നെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം എന്ന് വെച്ചിട്ട് ഒരുപാട് വലുതാകാൻ നിൽക്കുന്നതിന് മുന്നേ തന്നെ പറിച്ചെടുത്തു കേട്ടോ. മുഴുവനും എടുത്തില്ല, 1 സെറ്റ് കൂണാണ് നമ്മൾ എടുത്തത് കേട്ടോ. അതിന് പെല്ലറ്റിനോട് ചേർന്ന് വരുന്ന ഒരു കറുത്ത ഭാഗമുണ്ട്. അത് മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ബാക്കി എല്ലാ ഭാഗവും നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റുമാണ്. അപ്പം മൈസീലിയൊക്കെ ആദ്യത്തെ കൂടിൽ 1 കൂടെ ആയിട്ടുണ്ട് കേട്ടോ. അതിൽ മൈസീലിയം ഫുള്ളായിട്ടുണ്ട്. പിന്നെ അതുമല്ല, അതിൽ വേറൊരു കൂൺമുട്ടും ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുതേ. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.